ഇപ്പോൾ CPM നേതാവ് നാസർ കൊളായി കൂടി നമുക്ക് ശ്രീ നാസർ കൊളായി, ഇപ്പോൾ വാർത്തകൾ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ PD സതീശൻ മാത്രമല്ല പെടാൻ പോകുന്നത്, തൂഫാന്റെ ഉപദേഷ്ടാവ് കൂടി തൂഫാന്റെ സാരഥി കൂടി പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഈ ലഹരിക്കടത്ത് മാത്രമല്ല, സൈബർ തട്ടിപ്പ് അടക്കം, ഡോക്ടറെ വിരട്ടി പണം പിടുങ്ങിയതടക്കമുള്ള കേസുകളിൽ പങ്കാളികളാണ് ഈ ലഹരിക്കടത്ത് കേസിലെ പ്രതികളെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രതിപക്ഷ നേതാവായിരുന്ന കാലം മുതൽ VD സതീശനുമായി ഇവരെല്ലാം അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. അന്ന് വിവിധ കേസുകളിൽ ഇവർ ജയിലിലുമായിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം VD സതീശന് അറിയാമായിരുന്നു. അതെ, അവരുടെ ഏറ്റവും പുതിയ കാര്യങ്ങൾ ഇപ്പോ നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ തട്ടിപ്പ് കേസുകളിൽ ഇവർ പ്രതിയാവും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇത്ര ധൈര്യസമേതം ഇതുവരെ കടത്തണമെങ്കിൽ അവർക്ക് ഒരു പിൻബലം ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഇതിലേറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സംഭവം പുറത്തു വന്നു തുടങ്ങിയപ്പോൾ മുതൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ന്യായീകരിച്ചു. യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ജനീഷ് പറഞ്ഞതാണ് കോൺഗ്രസ് അല്ല. അതിനുശേഷമാണ് അയാൾ യൂത്ത് കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നത്. യൂത്ത് കോൺഗ്രസ് അല്ലാത്ത ഒരാൾ യൂത്ത് കോൺഗ്രസിൽ സസ്പെൻഡ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പൊ ഇവര് ആകെ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം തന്നെ അന്താളിപ്പിൽ നിൽക്കുകയാണ്. സത്യത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട VD സതീശൻ ഇതിന് കൃത്യമായ ഒരു മറുപടി പറയേണ്ട സമയം എപ്പോഴോ അതിക്രമിച്ചിട്ടില്ലേ? ഇതിനെ അദ്ദേഹത്തിന്റെ ഉച്ച സുഹൃത്തുക്കളായ ഷിയാസ് അടക്കമുള്ള ചില ആളുകൾ പറയുന്ന ന്യായീകരണം എന്താണ്? നമ്മൾ എത്ര ആളുകളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെയാണ്. സ്വാഭാവികമാണ്, നേതാക്കന്മാരുടെ കൂടെ നിന്ന് അവർ പരിപാടിക്ക് വരുമ്പോൾ പലരും ഫോട്ടോ എടുക്കും, സെൽഫി എടുക്കും. ഇതൊക്കെ സ്വാഭാവികമായി സാധാരണയായും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും ആ നിലക്കുള്ളതല്ലോ. ഷിയാസ് ഇന്നലെ പറഞ്ഞ ഒരു ന്യായീകരണം എനിക്ക് വലിയ രസകരമായി തോന്നി. അദ്ദേഹം പറയാണ്, ഇങ്ങനെ ഇയാളുടെ വീട്ടിൽ, ഇതിലെ പ്രതിയുടെ വീട്ടിലേക്ക് VD സതീശൻ പോയിരുന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറയാണ്, നാട്ടിൽ എന്തെങ്കിലും പരിപാടികൾ ഉണ്ടാകുമ്പോൾ, നമ്മൾ ഏതെങ്കിലും നാട്ടിൽ പരിപാടിക്ക് പോകുമ്പോൾ അവിടെ ഏതെങ്കിലും ഒരാളുടെ വീട്ടിൽ ഭക്ഷണം ഏർപ്പാട് ചെയ്യുമ്പോൾ സ്വാഭാവികമായി അങ്ങോട്ട് പോകാറുണ്ടല്ലോ. പറഞ്ഞതും ശരിയാണ്. അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ആ വീട്ടിലേക്ക് പോകുന്നത് സ്വാഭാവികമാണ്. പക്ഷെ അവര് തമ്മിലുള്ള ഇടപെടൽ രീതി അതവിടെ നിൽക്കട്ടെ. പ്രതിപക്ഷ നേതാവായ VD സതീശന്റെ വീട്ടിലേക്ക് ഈ പറയുന്ന പ്രതി നടന്നു പോകുന്നതും അവിടെ നടന്നു കയറി VD സതീശൻ ഒപ്പം ഇരുന്ന് സംസാരിക്കുന്നതും നമ്മൾ കാണാണ്. അതിനപ്പുറം VD സതീശന്റെ ബർത്ത്ഡേക്കായിരിക്കുമല്ലോ. കാരണം ബാക്ക്ഗ്രൗണ്ടിൽ ആ ചിത്രത്തിന്റെ പിൻവശത്ത് നമ്മൾ കാണുന്ന ഷോക്കേസിലുള്ള ഫലകങ്ങളെല്ലാം VD സതീശന് കിട്ടിയ ഫലകങ്ങളാണ്. അതെല്ലാം ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ VD സതീശന്റെ വീട്ടിൽ വെച്ചിട്ട് പിറന്നാൾ ആഘോഷത്തിന് VD സതീശൻ കേക്ക് മുറിക്കുമ്പോൾ ഈ പ്രതി അവിടെ ഉണ്ട്. VD സതീശന്റെ വീട്ടിനകത്തേക്ക് ഇയാൾ കയറി പോകുന്നതും കസാരയിൽ ഇരുന്ന് അവർ തമ്മിൽ സംസാരിക്കുന്നതും നമ്മൾ കാണുകയാണ്. അപ്പോ വഴിയെ പോകുന്ന ഏതോ ഒരാൾ VD സതീശന്റെ വീട്ടിലേക്ക് കയറി ചെന്നതാണെന്ന് അതിനെക്കുറിച്ച് പറയാൻ പറ്റുമോ? അങ്ങനെ ധൈര്യത്തിൽ ഒരാൾക്ക് VD സതീശന്റെ വീട്ടിലേക്ക്, പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റുമോ? പോലീസ് അകമ്പടിയോടുകൂടിയാണ് VD സതീശന്റെ വീട്ടിലേക്ക് ഇവർ വരുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രതി, ഒരു സലാം, നോട്ടോ പേരാണ്, ഇവിടെ പേരുകളെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നുണ്ട്. അയാളൊരു ഗുണ്ടാ തലവനാണ് എന്ന് പറയപ്പെടുന്നു. അയാൾ VD സതീശന്റെ വീട്ടിൽ വന്ന് VD സതീശനുമായി സംസാരിക്കുമ്പോൾ അയാൾ കസേരയിലിരിക്കുകയും VD സതീശൻ നിൽക്കുകയും ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ അവർ തമ്മിലുള്ള അടുത്ത ബന്ധത്തിന്റെ രൂപല്ലേ? അങ്ങനെ ഉണ്ടാവോ? പ്രതിപക്ഷ നേതാവിന്റെ മുന്നിൽ പോയിട്ട് കസേരയിൽ ഇരുന്ന് മറ്റേയാൾ എണീക്കുകയും ഇയാൾ ഇരിക്കുകയും ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന രൂപം ഉണ്ടാവും? ഓരോ ദിവസങ്ങളിൽ വരുന്ന കൃത്യമായ ചിത്രങ്ങൾ. അതുപോലെ തന്നെ ഈ മുഹമ്മദ് ഷിയാസിന്റെ കൂടെയുള്ള ചിത്രം, CCTന്റെ കൂടെയുള്ള ചിത്രം, BRM ഷഫീറിന്റെ കുടുംബത്തോടൊപ്പം ഉള്ള ചിത്രം, BRM ഷഫീറിന്റെ കുടുംബമാണോ ഇനി ഇയാളുടെ കുടുംബമാണോ എന്നല്ല, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന ചിത്രം, ഇങ്ങനെ എത്ര പേരുടെ കൂട്ടത്തിലുള്ള ചിത്രം. അതുപോലെ ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയല്ലേ, കുഞ്ഞാലിക്കുട്ടിയുടെ വ്യവസായ മന്ത്രി കുഞ്ഞാലിക്കുട്ടിയുടെ കൂടെ നിയമസഭയിലൂടെ നടന്നു വന്നു. വാച്ചൻ കാർഡ് സെല്യൂട്ട് ചെയ്യുന്ന നമ്മൾ കാണുന്നുണ്ട്. നിയമസഭക്കകത്തേക്കുള്ള വാതില് വാച്ചൻ കാർഡ് തുറന്നു നോക്കുമ്പോൾ ഉള്ളിലുള്ള ആളെ കാണുന്നുണ്ട്. പക്ഷെ വീഡിയോ അവിടെ അവസാനിക്കുകയാണ്. അയാൾ ഉള്ളിലേക്ക് കടന്നിട്ടില്ല എന്ന് വിശ്വസിക്കുക തൽക്കാലം. നമ്മളിപ്പോ ഉള്ളിലേക്ക് കടക്കാവുന്ന രൂപത്തിൽ ആ വാതിലിന്റെ അടുത്ത് വരെ പോകുന്ന കാണും. ഇതൊക്കെ ഈ പറയുന്ന ഗുണ്ടാ സംഘത്തിന്, മാഫിയ സംഘത്തിന് ഇവരുമായി അടുത്ത ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന കാര്യമുണ്ട്. മാത്രമല്ല, ഇയാള് VD സതീശൻ പ്രതിപക്ഷ നേതാവായിട്ട് നയിച്ച ജാഥയുടെ കൂട്ടത്തിലുണ്ടായിരുന്നു എന്ന് അവകാശപ്പെടുന്നു. ആ ജാഥയിലുണ്ടായിരുന്നു. ഈ ജാഥ സമയത്തൊക്കെ ആ ജാഥയുടെ കൂട്ടത്തിൽ നിന്ന് ഇയാൾ മയക്കുമരുന്ന് കടത്തിയിരുന്നോ, അവസരം ഇതിന് ഉപയോഗിക്കുന്നോ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? കാരണം അത്തരം ജാഥകളൊന്നും ഒരിക്കലും പരിശോധിക്കപ്പെടാതെ പോവാണല്ലോ. അപ്പൊ കൂടുതൽ ചിത്രങ്ങളും വീഡിയോകളും പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നു. കൂട്ടത്തിൽ സംശയിക്കപ്പെടുന്നതിന്റെ ഒരു കാര്യം,
ഇത് ഈ പ്രതി തന്നെ പുറത്തു വിടുന്നതാണോ അയാളുടെ സ്വാധീനം തെളിയിക്കാൻ? അതല്ല, നമ്മുടെ നാട്ടില് ഒരു മുഖ്യമന്ത്രി ലഹള നടന്നതാണ്. ആ ലഹളയിൽ രണ്ടുപേര് പരാജയപ്പെട്ടു, ഒരാൾ ജയിച്ചു. ഇപ്പൊ ജയിച്ച് അധികാരത്തിൽ ഇരിക്കുന്ന മുഖ്യമന്ത്രി ജയിച്ചു എന്നറിഞ്ഞപ്പോ വീടിന്റെ പിൻവശത്തെ അടുക്കളവാതിലൂടെ പുറത്തേക്ക് ഇറങ്ങിപ്പോയ ആളാണ് ഇപ്പൊ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുള്ളത്. ഇവര് തമ്മിലുള്ള ലഹളയുടെ ഭാഗമായിട്ടാണോ ഈ ചിത്രങ്ങളും വീഡിയോകളും വരുന്നത് നമുക്കറിയാം. അതാണ് ശ്രീ നാസർ കൊളായി താങ്കൾ പറഞ്ഞാണ് നാസർ ആരെയാണോ ലക്ഷ്യമിടുന്നത് എന്നുള്ള. പക്ഷെ എന്നാൽ പോലും അതായത് ഈ വിവരങ്ങൾ ഒരുപക്ഷെ ഈ താങ്കൾ പറഞ്ഞയുടെ അടുക്കളവാതിലൂടെ ഇറങ്ങിപ്പോയ ആൾ വിവരം കിട്ടിയിട്ടുണ്ടാകാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണം നടത്തുന്നു, തൂഫാൻ പ്രയോഗിക്കുന്നു, പിന്നീട് പ്രാദേശിക മാധ്യമങ്ങൾക്ക് ഈ വാർത്ത ലഭിക്കുന്നു. അങ്ങനെ ഒരു ഓപ്പറേഷൻ നടന്നിരിക്കാം. പക്ഷെ എന്നാൽ പോലും ഇവിടെ ഉയർന്ന പ്രധാനപ്പെട്ട പ്രശ്നം താങ്കൾ ആദ്യം സൂചിപ്പിച്ച പോലെ എങ്ങനെയാണ് ഈ പ്രതികൾക്ക് അതിനെ മറ്റൊരു തരത്തിൽ ഈ പറയുന്ന അടുക്കള വഴി ഇറങ്ങിപ്പോയാൽ ഉപയോഗിക്കുന്നെങ്കിൽ പോലും എങ്ങനെയാണ് ഈ ലഹരി മാഫിയയുമായി ദീർഘകാലമായ ബന്ധം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഉണ്ടാകുന്നത്? പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും അടുത്ത ബന്ധം ഉണ്ടാകുന്നു. അത് ജനങ്ങളോട് പറയേണ്ട ബാധ്യത അദ്ദേഹത്തിനില്ലേ? വാർത്തകൾ ഇങ്ങനെ കത്തി നിൽക്കുകയാണ്. 2 ദിവസമായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരക്ഷരം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. സംശയങ്ങൾക്ക് ആക്കം കൂട്ടുകയാണ്. തീർച്ചയായും മുഖ്യമന്ത്രി മാത്രമല്ല, KPCC പ്രസിഡന്റ് അടക്കം ഈ കാര്യങ്ങൾ പുറത്തു പറയേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. കാരണം കേരളം ഇത് നിറഞ്ഞു കാണുകയാണ്. അപ്പൊ അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി ചില മാധ്യമങ്ങളെ ഉപയോഗിച്ച് മറ്റു ചില വാർത്തകളിലേക്കൊക്കെ കടന്നു പോകുന്നുണ്ട്. അത് അവിടെ നടക്കട്ടെ. പക്ഷെ ഇതല്ലേ കേരളം പ്രഥമമായി ചർച്ച ചെയ്യേണ്ടത്? നമുക്കറിയാലോ, ഭീമ ജ്വല്ലറി കൊടുത്ത ഒരു ആംബുലൻസിന്റെ ഉദ്ഘാടനത്തില് മുഖ്യമന്ത്രിയുടെ കൂടെ മറ്റേ ശബരിമല കേസിലെ പ്രതി ഉണ്ടല്ലോ, അതിന്റെ പേര് ഒന്ന് പോയി, ആ പ്രതി നിൽക്കുന്ന ഒരു ചിത്രം വെച്ച് ഇവര് പ്രചരിപ്പിച്ചിട്ടുണ്ടല്ലോ. ആ ആംബുലൻസിന്റെ ഉദ്ഘാടന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ ചിത്രം വെച്ച് കേരളമാകെ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരണത്തിന് ഉപയോഗിച്ച മനുഷ്യരാണ് ഇവര്. ആ ചിത്രം വെച്ച് പ്രയോഗിച്ച ആളുകൾ, അതിന്റെ വീഡിയോ പുറത്തിറങ്ങിയപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. മുഖ്യമന്ത്രി പിണറായി സഖാവ് അന്ന് ആ പോലീസിന് ഭീമ ജ്വല്ലറി കൊടുത്ത ആംബുലൻസിന്റെ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നു. എന്നിട്ട് പ്രതീകാത്മക ചാവിയും കൊടുത്ത് തിരിച്ചു നടക്കുന്നു. ആ തിരിച്ചു നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഈ പറയുന്ന കക്ഷിയുടെ തന്ത്രിയല്ലല്ലോ, മറ്റേ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ നിൽക്കുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നിട്ടുള്ളത് ഭീമ ജ്വല്ലറിന്റെ അവരുടെ കൂടെയാണ്. ആ തിരിച്ചു നടക്കുന്ന സമയത്ത് ഇയാളുടെ അരികിലൂടെ പാസ് ചെയ്യുന്ന സമയത്തുള്ള ചിത്രം പ്രദർശിപ്പിച്ച് കേരളമാകെ വെച്ചു. കേരളത്തിലെ സകല ചാനലുകളും ഇത് ദിവസങ്ങളോളം ചർച്ച ചെയ്തു. മുഖ്യമന്ത്രിയോടൊപ്പം പോറ്റി എന്ന് പറഞ്ഞ് ചർച്ച ചെയ്തു. അത് നടന്നു പോകുന്ന വീഡിയോയിൽ ഇടയിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത ഒരു ചിത്രം പ്രചരിപ്പിച്ച ആളുകളും മാധ്യമങ്ങളും ഒക്കെ ഇന്നവിടെ. ഇത് ഇയാളുടെ കൂടെ വളരെ സ്വാതന്ത്ര്യത്തോടുകൂടി, വളരെ അടുത്തിടപഴകുന്ന ആളുകൾക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി കൈ പിടിക്കുന്നു, തോളിൽ കൈവെക്കുന്നു, സ്വകാര്യമായി പറയുന്നു. അതുപോലെ തന്നെ VD സതീശൻ വളരെ ഗൗരവത്തോടുകൂടി ഇവരോട് സംസാരിക്കുന്നു. ഇതെല്ലാം വളരെ വ്യക്തമായി കേരളത്തിന്റെ മുമ്പിൽ ഉണ്ടായിട്ട് എന്തുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നു? മാധ്യമങ്ങൾക്കും ഒരുപക്ഷെ പേടിയുണ്ടാവും. കാരണം അടിയന്തരാവസ്ഥയുടെ സെൻസറിങ് പോലെയുള്ള സെൻസറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളപ്പോ കൈരളി TV കൊടുത്ത 10ഓളം വാർത്തകള് ഇപ്പം അതിൽ ഈ 2 വാർത്തകളുണ്ട്. കഴിഞ്ഞ ദിവസം MDMA-യുമായി ബന്ധപ്പെട്ട് കൊടുത്ത വാർത്തയും നീക്കി മെറ്റ. ഇന്നും ചില വാർത്തകൾ നീക്കം ചെയ്യുക. ഇതാണ് ഉദ്ദേശിക്കുന്നവർ. കാരണം സ്വാഭാവികം താങ്കൾ പറഞ്ഞ പോലെ താങ്കൾ ചൂണ്ടിക്കാട്ടിയ വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു നിഴൽ അന്നത്തെ മുഖ്യമന്ത്രിക്കൊപ്പം കണ്ടു എന്നതിന്റെ പേരിൽ ആഴ്ചകളോളം ചർച്ച ചെയ്ത മാധ്യമങ്ങൾ, വാർത്തകളാക്കിയ മാധ്യമങ്ങൾ ഇത് കാണുന്നില്ല. ഇത് വീഡിയോ അടക്കമാണ് വരുന്നത്. VD സതീശന്റെ വീട്ടിലേക്ക് തോളിൽ കൈയിടുന്നത്, അവിടെ കസേരയിലിരിക്കുന്നത്, ഒരൊറ്റ അക്ഷരം ഈ മാധ്യമങ്ങൾ ഒരു വരി കൊടുക്കുന്നില്ല എന്നുള്ളത് കൂടി പറയേണ്ടി വരുന്നുണ്ട്. അതെ, ഒരു ദിവസം അതിലെ ചിത്രങ്ങള്, ഇത് കാണിക്കുന്ന ചിത്രങ്ങളും വീഡിയോയിലും ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇത് ഒരു ദിവസത്തെ സംഭവമല്ല, ഒരു ദിവസത്തെ പല ക്ലിക്കുകളല്ല, പല ദിവസങ്ങളിലുള്ള പല ക്ലിക്കുകളാണ്. കാരണം പല ദിവസങ്ങളിൽ എന്ന് പറയാൻ പല വേഷങ്ങളിലാണ് VD സതീശൻ ഉള്ളത്. ഈ വെളുത്ത ഷർട്ടും വെളുത്ത തുണി ഉടുത്തിട്ട് ഈ പറയുന്ന MDMA-യിലെ പ്രതിയോടെ കൂടെ VD സതീശൻ വെള്ള കവറിട്ട് നിൽക്കുന്നുണ്ട്. പച്ച തുണിയും പച്ച ഷർട്ടും വെളുത്ത ലുങ്കിയും എടുത്ത് നിൽക്കുന്നുണ്ട്. അതെ, വിവിധ വേഷങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വ്യക്തമാക്കുന്ന എന്താണ്? വിവിധ സമയങ്ങളിൽ VD സതീശനോടൊപ്പം ഇയാളുണ്ട്. പല സമയങ്ങളിൽ, പലയിടങ്ങളിൽ. ഞാനിപ്പോ ഇന്ന് കണ്ടിട്ടുള്ള ഒരു വീഡിയോ, ആ വീഡിയോയില് ഈ പറയുന്ന പ്രതി ഒരു കമ്പ്യൂട്ടറിൽ എന്തോ വർക്ക് ചെയ്യാൻ, അതിന്റെ പിറകിലൊരു ഷോക്കേസ് ഉണ്ട്. ആ ഷോക്കേസിലെ ചിത്രങ്ങളെല്ലാം ചെയ്ത് നോക്കിയാൽ അത് പൂർണ്ണമായി VD സതീശന്, മുഖ്യമന്ത്രിക്ക് വിവിധ സമയങ്ങളിൽ കിട്ടിയ അവാർഡുകളും ഫലകങ്ങളുമാണ്. അതേതായാലും ഈ പ്രതിയുടെ വീട്ടിൽ കൊണ്ടുപോയേക്കൂലല്ലോ. മേബി അങ്ങനെ പോലും സംഭവിച്ചേക്കാം ഇത്ര അടുത്ത് കാണുമ്പോൾ. ഏതായാലും VD സതീശന്റെ വീട്ടിലുള്ള മേശപ്പുറത്ത് ഇരുന്നിട്ട് കമ്പ്യൂട്ടറിൽ ഇയാൾ വർക്ക് ചെയ്യുന്ന ഫോട്ടോ വരെ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
ഞാൻ പറയുന്നത് നമ്മൾ കാണുന്ന ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ സത്യമാണെങ്കിൽ ഇവർ തമ്മിൽ കടുത്ത ആത്മബന്ധമുണ്ട് എന്നുള്ളത് ഏത് മനുഷ്യനും മനസ്സിലാക്കാവുന്നതാണ്. ഇത്ര മനസ്സിലാവുന്ന കാര്യങ്ങള് ഇവിടെ മുമ്പ് പിണറായി വിജയന് നിസ്സാര കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷ ഗവൺമെന്റിന് നിസ്സാര കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചിത്രത്തിന്റെ വക്കെങ്കിലും എടുത്ത് പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങളുടെ നിശബ്ദതയാണ് ഒന്ന്. രണ്ട്, ഇത് പ്രചരിപ്പിക്കുന്ന ഈ വാർത്തയുടെ സത്യാവസ്ഥ കൊടുക്കുന്ന കൈരളി ചാനലും റിപ്പോർട്ടർ ചാനലും അടക്കമുള്ള ചാനലുകളിലെ ചിത്രങ്ങളും വീഡിയോകളും മറ്റേ ഉപയോഗിച്ചുകൊണ്ട് നീക്കം ചെയ്യാണ്. അടിയന്തരാവസ്ഥയിൽ ഇന്ദിരാഗാന്ധിയുടെ സെൻസർഷിപ്പിനോട് തുല്യമെന്ന് വേണമെങ്കിൽ പറയാം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ വിമർശിക്കാൻ അധികാരമില്ലേ? കേരളത്തിന്റെ മന്ത്രിമാരെ വിമർശിക്കാൻ അധികാരമില്ലേ? എന്തൊക്കെ രൂപത്തിലായിരുന്നു ഇവര് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് പിണറായി മന്ത്രിസഭയൊക്കെ ആക്രമിച്ചിരുന്നത്? ഒരു തെളിവ് പോലും ഇല്ലാത്ത രൂപത്തിൽ കടുത്ത കടന്നാക്രമണം നടത്തിയിട്ടില്ലായിരുന്നു. ഇ.പി. ജയരാജന്റെ തല വെട്ടിയെടുത്ത് ഇന്ന് മന്ത്രിസ്ഥാനത്തിരിക്കുന്ന ഒരു വനിത ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചിത്രം കൊടുത്തപ്പോ ആ ചിത്രം വെച്ച് പോലും ചർച്ച ചെയ്ത മാന്യന്മാരിരിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങളുണ്ട് നമ്മുടെ നാട്ടില്. അപ്പൊ ആ മാധ്യമ സ്ഥാപനങ്ങൾക്കൊന്നും ഉണ്ടാട്ടില്ല. ഒന്നുകിൽ അവർ കീഴടങ്ങി അല്ലെങ്കിൽ ഭയപ്പെടുത്തിയിരിക്കുന്നു അവരെ. അപ്പോ അത്തരം ഒരു അന്തരീക്ഷം കൂടി നമ്മുടെ നാട്ടിലുണ്ട്. വി.ഡി. സതീശനെതിരെ ഇപ്പൊ കേരളത്തിന്റെ ഒരു DGP പറഞ്ഞത് ഏറ്റവും രസകരമായി തോന്നിയിട്ടുള്ളത്. അർജുന ആങ്കി എന്ന് പറയുന്ന ഒരു കക്ഷിയെ പോലീസിനെ ഭീഷണിപ്പെടുത്തിയ ഒരു കക്ഷിയെ പിടികൂടിയ ആ വാർത്ത ലൈക്ക് ചെയ്തവരെ പിടികൂടും, അതിന്റെ പുറകെ പോയവരെ പിടികൂടും. അതൊരു മറ്റൊരു വിഷയമാണ്. പക്ഷെ അവരെ പിടികൂടും എന്ന് പറയുന്ന ഈ പോലീസ് അധികാരികൾ എന്തുകൊണ്ട് ഇതിന്റെ പിറകിലുള്ള ആളുകളെ ചോദ്യം ചെയ്യുന്നില്ല? MDMA-യുമായി ബന്ധമുള്ള സകലം നമുക്കറിയാലോ. കോടിയേരിയുടെ മകനെ ഒരു കാരണവുമില്ലാതെ ഒരു വർഷത്തോളം അതിന്റെ പേരിൽ പാർട്ടി സെക്രട്ടറിയെ ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് പാർട്ടി സെക്രട്ടറിയുടെ മകനാണ്, പാർട്ടി സെക്രട്ടറിക്ക് ബന്ധമുണ്ടെന്ന് പറഞ്ഞ് വേട്ടയാടിയ മനുഷ്യരുണ്ടായിരുന്നു ഇവിടെ. അവസാനം ആ കേസ് തെളിവില്ലാതെ ഒരു ഇതുമില്ലാതെ അത് വിട്ടയച്ചു. ആ വാർത്തകൾ കൊടുക്കാത്ത മനുഷ്യർ, കോടിയേരിയെ വേട്ടയാടിയുന്ന മനുഷ്യർ, ഇതിന്റെ പേരിൽ കോടിയേരിയെ വേട്ടയാടിയുന്ന മനുഷ്യർ എവിടെ പോയി? അവരൊക്കെ ആ മാധ്യമക്കാരൊക്കെ അവരൊക്കെ കൃത്യമായി ചിത്രങ്ങളും വീഡിയോകളും ഉണ്ടാവുമ്പോൾ വിചാരണ ചെയ്യാൻ അവരില്ല. ഇതിന്റെ സത്യാവസ്ഥ പറയുന്ന മാധ്യമങ്ങളെ സെൻസർഷിപ്പിന്റെ മറ്റൊരു വശം ഉപയോഗിച്ചുകൊണ്ട് കീഴ്പ്പെടുത്തുന്ന ഒരു കാഴ്ച നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ പ്രതികരണം ഇതിനെതിരെ ഉണ്ടാവണം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയും KPCC ഭാരവാഹികളും അടിയന്തരമായി ഇതിന്റെ വിശദീകരണം നൽകണം. ശരി, വളരെ നന്ദി നാസർ കോള ഈ സാഹചര്യത്തിൽ ഈവനിംഗ് ഡിബേറ്റിൽ പ്രതികരിച്ചതിന്.